കണവനുപജാപത്തിലാപത്തിലാരോ തെറ്റിച്ചൊന്ന പഴിക്കു പാണ്ഡ്യഭട ഖഡ്ഗത്താൽ ശിരച്ഛേദിതൻ ചിലപ്പതികാരം കത്തുന്നു മധുരാപുരത്തിൽ ഇതിഹാസം പൊൽച്ചിലമ്പാക്കുവാൻ. ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തെ അധികരിച്ച് രമേശൻ നായർ രചിച്ച നാടകം. സംഗീതം MG രാധാകൃഷ്ണൻ. സംവിധാനം A. പ്രഭാകരൻ. പതിവ്രതമാരുടെ പരിശുദ്ധിക്ക് പേരുകെട്ട ചോരനാട്ടിന്റെ മകളാണ് ഞാൻ. ദുഷ്ടനായ രാജാവേ, നൃപനീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടല്ലോ. നെഞ്ചിൽ കൈവച്ച് പറയാമോ നിനക്ക്? എന്റെ ഭർത്താവാണ് നിന്റെ പട്ടമഹിഷിയുടെ ചിലമ്പ് മോഷ്ടിച്ച കള്ളനെന്ന്? പറയൂ. ചിലപ്പതികാരം. ആര്? ചാത്തനായോ? സ്വാഗതം. താങ്കൾ വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. അതെ, അങ്ങയെ ഇടയ്ക്കിടെ കണ്ടുപോകാൻ സംഗതി വരുന്നത് തന്നെ ഒരു മഹാഭാഗ്യം. തമിഴ് കവികുലത്തിന്റെ പരമ്പൊരുളാണ് ചാത്തനാർ. നമ്മുടെ സൗഹൃദം വീണുകിട്ടിയ നിധി. കുറച്ചു മുമ്പും ശ്രദ്ധിച്ചു, പുറത്ത് ഒരു ജനാരവം. കുറെ മലങ്കുറവന്മാരെ അവിടെ കണ്ടു. ആരെവിടെ? സ്വാമി. അവരുടെ കൂട്ടത്തിൽ മൂപ്പന് വരാൻ പറയൂ. ഉത്തരവ്. അവർക്ക് എന്തെങ്കിലും ഉണർത്തിക്കാൻ കാണും. പാവങ്ങൾ. പുണ്യഭൂമിയായ ചേരരാജ്യത്തിലെ ഇളമുറയാണ് ഇന്ന് ഞാൻ. അവർക്ക് എന്തെങ്കിലും ഉണർത്തിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ജ്യേഷ്ഠനോടല്ലേ വേണ്ടത്? വഞ്ചി പൂമാലയണിഞ്ഞ് വഞ്ചിനാഥനായി വിരാജിക്കുന്ന ചേരൻ ചെങ്കുട്ടുവനോട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാവുമോ? നാടും നഗരവും കൊട്ടാര ജീവിതവും വെടിഞ്ഞ് സ്വമേധയ സന്യാസത്തിന്റെ മഹാസാമ്രാജ്യം വാഴുവാൻ മോഹിച്ച് ഈ ഗോഷ്ഠത്തിൽ ഒറ്റയ്ക്ക് കഴിയുകയാണിന്ന് നാം. അങ്ങ് സിംഹാസനം വെടിഞ്ഞത് ശരിയാണ്. എന്നാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് ഇനിയും താഴെ ഇറങ്ങിയിട്ടില്ല. ഇളങ്കോ തിരുമനസ് വിജയിക്കട്ടെ. എന്താണ് കാര്യം? പറയൂ. തിരുമനസ് അറിയേണ്ട കാര്യം കേൾക്കാൻ തിടുക്കമായി. കരിമലയിൽ പോയി തങ്ങി കുരുവികളെയാട്ടി തിന്നും പൈങ്കിളികളെ ഓടിച്ചു വിരട്ടി അരുവികളിൽ മുങ്ങി തൂടിച്ചു വരും ഞങ്ങൾ. ഒരു കാഴ്ച കണ്ടേ, ഒരു കാഴ്ച കണ്ടേ. നദ്ധി നദ്ധിമി ധിമി ധിമി നദ്ധി നദ്ധിമി ധിമി ധിമി നദ്ധി നദ്ധിമി നദ്ധി നദ്ധിമി തത്തരികിട തിത്തരികിടതോ. ഒരു മുല മാത്രമുള്ളൊരു പെൺകുടി നിന്ന ശ്രീവല്ലിയെ പോലെ നിൽക്കുന്നോരമ്മേ, ആര് നീ ആരെന്നു ഞങ്ങൾ അറിഞ്ഞു. നദ്ധി നദ്ധിമി ധിമി ധിമി നദ്ധി നദ്ധിമി ധിമി ധിമി നദ്ധി നദ്ധിമി നദ്ധി നദ്ധിമി തത്തരികിട തിത്തരികിടതോ. അങ്ങനെയോ? അതേ തിരുമേനി. കരിമലയിൽ തിന്നാൻ വരുന്ന ഗുരുവുകളെ ആട്ടിയോടിച്ച് അരുവിയിൽ നീരാടി രാവിലെ അടിയങ്ങൾ ചെങ്കുന്നിന്റെ താഴ്വരയിൽ എത്തിയപ്പോൾ അപ്പോൾ
ദേവലോകത്ത് നിന്നൊരു രഥം ഇറങ്ങി വരുന്ന ഞങ്ങള് കണ്ട്. ചെങ്കുന്നില് പൊന്മലരുകൾ തിങ്ങിയ വേങ്ങമരത്തിന്റെ കുളിർമയാർന്ന തണലിൽ അഴിച്ചിട്ട തലമുടിയോടെ, കണ്ണീരുണങ്ങിയ കവിൾത്തടങ്ങളോടെ, വിവശയും ഒറ്റമുലച്ചിയും അതിരൂപവതിയുമായി ദേവതയെപ്പോലെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അടിയങ്ങൾക്ക് ഈ പഴങ്കണ്ണുകളെ അവിശ്വസിക്കാൻ നിവൃത്തിയില്ല തിരുമേനി. ഞങ്ങൾ നോക്കി നിൽക്കെ ദേവേന്ദ്രൻ രഥത്തിൽ ആ സ്ത്രീരത്നത്തെ കയറ്റി അവളുടെ കണവനോടൊപ്പം ഇരുത്തി സ്വർഗത്തേക്ക് ഉയർന്നു പോവുകയാണ് ഉണ്ടായത്. ശരിയോ? ഇളങ്കോവടികളായ പൊന്നുതമ്പുരാന് മാത്രമേ ഇതിന് അന്തരംഗം കാണാനാവൂ എന്ന് അടിയങ്ങൾക്ക് തോന്നുന്നു. ശരി, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഇപ്പോൾ തന്നെ അന്വേഷിച്ചു തുടങ്ങാം. അത്ഭുതം തന്നെ അല്ലേ ചാത്തനാർ? അതെ. എന്നിട്ടെന്താണ് ഒന്നും മിണ്ടാത്തത്? ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് നാട് ചുറ്റി നടക്കുന്ന എനിക്ക് ആ ഒറ്റമുലച്ചിയുടെ കഥ അറിയാം, ആദ്യം മുതൽ അവസാനം വരെ. ഭാഗ്യമായി. എന്നാൽ പറഞ്ഞു തുടങ്ങൂ. അത്തിമാല ചൂടിയ ചോഴ മഹാരാജാവിന്റെ പുരാതന നഗരങ്ങളിൽ വെച്ച് നിലയ്ക്കാത്ത മഹിമ കലർന്ന കാവേരി പൂമ്പട്ടണത്തിൽ കോവലൻ എന്നൊരു വണിക്കുര യുവാവ് വാണിരുന്നു. എന്നിട്ട് അതിരൂപവതിയും അത്ര തന്നെ ശീലാവതിയുമായ കണ്ണകി എന്ന കന്യകാരത്നത്തെ അവൻ പാണിഗ്രഹണം ചെയ്തു. കണ്ണിനാനന്ദമൂട്ടുന്ന പൊന്നെ, കൈകുളിർക്കും വലംപിരി മുത്തേ. അതെ, എനിക്കറിയില്ല എങ്ങനെയൊക്കെ നിന്നെ വാഴ്ത്തണമെന്ന്. ഞാൻ എത്ര ഭാഗ്യവാനാണ്. കണ്ണിനാനന്ദം ഊട്ടുന്ന പൊന്നേ, 7 നിലകളുള്ള ഈ മണിമാളികയിൽ 4-ാം മേടയിൽ ദേവശില്പിയായ മയൻ മന്ത്രശക്തി കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ഈ മണിക്കെട്ടിലിൽ എന്റെ മെയ്യുരുമ്മിയിരിക്കുന്ന വസന്തകാലമേ, നീ ഒരു ദേവതയല്ലെങ്കിൽ പിന്നെ ആരാണ്? എത്ര സ്നേഹസമ്പന്നനാണ് അങ്ങ്. അതാണ് ഈ ഉള്ളവളുടെ ഭാഗ്യം. കണ്ണിനാനന്ദം ഊട്ടുന്ന പൊന്നേ. പക്ഷേ കലവറയില്ലാത്ത ഈ പ്രശംസ ഈ ഉള്ളവൾ അർഹിക്കുന്നുണ്ടോ? വിനയവും നിന്റെ കുലമഹിമയെ തന്നെ വിളിച്ചോതുന്നു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? അങ്ങയുടെ മുൻപിൽ ഞാൻ എന്തോ എന്നെ തന്നെ മറന്നുപോകുന്നു. പിന്നെയാണോ പറ്റിയ വാക്കുകൾ ഓർമ്മിക്കാൻ? നമ്മുടെ മുൻപിൽ കാലം പൂവിരിച്ച വഴി എത്രയോ നീണ്ടുകിടക്കുന്നു. ദൈവം കനിയട്ടെ. വല്ലാത്ത കുസൃതിക്കാറ്റ് ജനൽപ്പാളികളെ അടച്ചു കളയുന്നു. കാറ്റിനുമുണ്ട് ഔചിത്യം അല്ലേ? വേളിപ്പന്തലിൽ വെച്ച് ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞു കളഞ്ഞത്. ഞാൻ എല്ലാം കേട്ടു, പക്ഷേ ഒന്നും കേട്ടില്ല. ഞാനും അതെ, എല്ലാം കണ്ടു, പക്ഷെ ഒന്നും കണ്ടില്ല. കാണാൻ നീ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര ഭംഗിയായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്വർണ്ണ നൂലുണ്ടായിരുന്നെങ്കിൽ ഈ മുത്തുമണികളൊന്നും നഷ്ടപ്പെടാതെ ഞാൻ കോർത്ത് എന്റെ ആത്മാവിൽ അണിഞ്ഞാൻ. എങ്കിൽ ഇതാ ഞാൻ തന്നെ ഒരു സ്വർണ്ണ നൂലാവാം. എന്താണ് രാത്രിയായിട്ടും സന്ധ്യ പിരിഞ്ഞു പോകാതെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എവിടെ? ഇതാ നിന്റെ തുടുത്ത ഈ കപോലങ്ങളിൽ. എനിക്കൊരു മഞ്ഞുകട്ടയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ഖേദം. ഊഷ്മളമായ ഈ വാക്കുകളുടെ ഇളം കതിരുകളേറ്റ് എല്ലാം മറന്നുരുകാൻ.
അലിഞ്ഞലിഞ്ഞില്ലാതെയാവാൻ. നേരം വൈകിയോ? നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞത്? ആവോ. ചാത്തനാർ തിരുമേനി, അപ്പോൾ അവർ മനസ്സിണക്കത്തോടെ നെടുനാൾ സുഖമായി വാണു അല്ലേ? ഇല്ല. അതിനിടെ ക്രൂരമായ വിധി അവരെ തമ്മിലകറ്റി. അതെങ്ങനെ? കാവേരി പൂമ്പട്ടണത്തിൽ തന്നെ ഉണ്ടായിരുന്നു മാധവി എന്നൊരു വേശ്യാങ്കന, സുന്ദരി, നൃത്തകലയിൽ നിപുണ, കലാമർമ്മജ്ഞ, കാമസ്വരൂപിണി. പോരെങ്കിലോ ഉർവശിയുടെ കുലത്തിൽ തന്നെയാണ് പിറന്നത്. അത് ശരി. അവൾ കോവലനെ വശീകരിച്ചു അല്ലേ? എങ്കിൽ പിന്നെ പരാതിയില്ലല്ലോ. പിന്നെന്തുണ്ടായി? വിധിയെ തടുക്കാൻ ആർക്ക് കഴിയുന്നു? കോവലനാണെങ്കിൽ കണ്ണകിയുടെ കൺകണ്ട ദൈവം, അവനോ വിശ്വസ്തനായ ഭർത്താവ്. മാധവി വേശ്യാങ്കനെയാണെങ്കിലും നല്ല സംസ്കാര സമ്പന്നൻ. എങ്കിലും അവർ തമ്മിൽ വല്ലാതെ അടുത്തു. അവരെ അടുപ്പിച്ച സാഹചര്യമോ? പറയാം. കാവേരി പൂമ്പട്ടണത്തിൽ എല്ലാ വർഷവും ഇന്ദ്രോത്സവം കേമമായി ആഘോഷിക്കാറുണ്ട്. ഒരു തവണ ഇന്ദ്രോത്സവത്തോടൊപ്പമാണ് മാധവി രാജസദസ്സിൽ തന്റെ നൃത്തവും അരങ്ങേറി. ഉർവശിയുടെ കുലത്തിൽ പിറന്ന കലാരത്നം, നമ്മുടെ നാടിന് അഴിയാത്ത സമ്പത്താണ് നീ. കലയ്ക്കും സംസ്കാരത്തിനും പാദപ്രണാമം ചെയ്യുന്ന പാരമ്പര്യമാണ് ചോഴ രാജാക്കന്മാരുടേത്. നാം നിന്നിൽ അങ്ങേയറ്റം സംപ്രീതനായിരിക്കുന്നു. നിനക്ക് നന്മ വരട്ടെ. ഇതാ നിന്റെ സിദ്ധികളെ ചോഴ സാമ്രാജ്യം അംഗീകരിച്ചതിന് തെളിവായി ഈ തലക്കോൽ നിനക്ക് നാം തരുന്നു. പച്ചരത്നങ്ങൾ പതിച്ച ഈ മാലയും നാം നിനക്ക് സമ്മാനിക്കുന്നു. നമസ്കാരം സ്വാമി. എല്ലാം അങ്ങയുടെ അനുഗ്രഹം. ആരുണ്ട് ആരുണ്ട് ഈ മാല വാങ്ങാൻ? നൃത്തകലാവല്ലഭയായ മാധവിക്ക് ചോഴമന്നൻ സമ്മാനിച്ച ഈ മാല വാങ്ങാൻ ആണുങ്ങൾ ആരുണ്ട്? 1008 പൊന്നു വില തന്ന് ഈ മാലയെയും മാധവിയെയും സ്വീകരിക്കാൻ ആരുണ്ട്? എന്ത്? ചോഴ യുവാക്കന്മാരുടെ പൗരുഷത്തിന് നേരെ, സമ്പന്നതയ്ക്ക് നേരെ ഇത്രയും ഹീനമായ ഒരു വെല്ലുവിളിയോ? സ്വാമി, തെറ്റിദ്ധരിക്കരുത്. ഉർവശിയുടെ കുലത്തിൽ പിറന്ന എന്റെ സ്വാമിനിക്ക് ചോഴ മഹാരാജാവ് സമ്മാനിച്ചതാണ് ഈ മാല. നൃത്തകലാ കോവിതയായ എന്റെ സ്വാമിനിയും അഭിജാതയാണ്. 1008 പൊന്നു വില തന്ന് ഈ മാല ആര് വാങ്ങുന്നുവോ അദ്ദേഹവും അഭിജാതൻ തന്നെയാവും. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം എന്റെ സ്വാമിനിയെ പ്രാപിക്കാനുള്ള അർഹതയുണ്ടാവും. എങ്കിൽ ഇതാ 1008 പൊന്ന് ഞാൻ തരുന്നു. മാല ഇങ്ങോട്ട് തരൂ. എവിടെ നിന്റെ സ്വാമിനി? വരൂ, ഞാൻ കാണിക്കാം. ജനിച്ചത് മുതൽ അങ്ങയെ മാത്രം കാത്തിരിക്കുന്നു എന്റെ സ്വാമിനി. വരൂ. എനിക്ക് തെറ്റിയില്ല. എനിക്കും. ഞാനിപ്പോൾ എവിടെയാണ്? ചോഴരാജ്യത്തിൽ ഇങ്ങനെയും ഒരു സ്വർഗമോ? 1008 പൊന്നു കൊടുത്ത് മറ്റൊന്നും ആലോചിക്കാതെ അങ്ങ് മാല വാങ്ങി അല്ലേ? അതെ. പക്ഷേ മാറിലണിയാൻ പോകുന്നത് നിന്നെയാണ്. ഈ ഉള്ളവളുടെ ഭാഗ്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു
മാലയ്ക്ക് 10,008 പവൻ വില വെച്ചാൽ പോലും അതധികമാവില്ല എന്ന്. അങ്ങേ തന്നെ കിട്ടുമായിരുന്നെങ്കിൽ മാലയ്ക്ക് വിലയെ വെക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ പാദങ്ങൾ മാത്രമല്ല മാധവി, മധുരമായ പദങ്ങളും നൃത്തം ചെയ്യുന്നു മനോഹരമായി. ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് തരേണ്ടത്? അങ്ങേ തന്നെ എനിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. അതെ, അതും ശരിയാണ്. അല്ലെങ്കിൽ അത് തന്നെയാണ് ശരി. അത് മാത്രം. ഇതാ ഞാൻ നിന്റെ അക്രീതദാസൻ. അയ്യോ, മാപ്പ് മാപ്പ്, അബദ്ധമൊന്നും പറയരുതേ. വിളക്കിന്റെ നാളത്തിനും എന്റെ മനസ്സുപോലെ എന്തോ ഒരു ചാഞ്ചാട്ടം. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാം. വേണ്ട, ഇന്നത്തേക്ക് ഈ വെളിച്ചം മതി. ജാലകത്തിലൂടെ പുറത്തേക്കൊന്ന് നോക്കൂ. നിലാവിന്റെ വിളക്കിലും തിരിതാണു കഴിഞ്ഞു. ചരാചരങ്ങളെല്ലാം ഉറക്കത്തിന്റെ മടിയിലേക്ക് ചാഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ മാത്രം ഉണർന്നിരിക്കണോ? വേണ്ട, എന്നാലും ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും. എണ്ണ വറ്റാത്ത ഈ വിളക്കിലും പ്രതീക്ഷയൊടുങ്ങാത്ത എൻ്റെ മനസ്സിലും തിരി നീട്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ നാഥൻ എവിടെ? പാപിനിയായ ഈ ഹതഭാഗ്യയെ അദ്ദേഹം മറന്നുവോ? ഈശ്വര, ഈ ഏകാന്തത 1000 നഖങ്ങൾ നീട്ടി എന്നെ പിച്ചു ചീന്തുന്നുവല്ലോ. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം എന്ത് മഹാപാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എന്റെ നാഥൻ മടങ്ങി വരില്ലേ? വരും, വരാതിരിക്കില്ല, വരും. ചാത്തനാർ, സ്വാമി, കഷ്ടമായിപ്പോയി. മാധവിയുടെ സൗന്ദര്യക്കടലിലെ ചുഴികളിൽ നിന്ന് കോവലന് കരകയറാൻ കഴിഞ്ഞില്ല. അയാളെല്ലാം മറന്നു. പതിവ്രതയായ ഭാര്യ കന്യകയെയും തന്നെയും. അക്ഷന്തവ്യമായ കുറ്റം അല്ല, അതായിരുന്നു വിധി. എന്നിട്ടെന്തുണ്ടായി? വർഷങ്ങൾ കഴിഞ്ഞു. മാധവിയിൽ കോവലന് ഒരു മകളുണ്ടായി, മണിമേഖല. വിധി വീണ്ടും അതിന്റെ കരുക്കൾ നീക്കിത്തുടങ്ങി. എങ്ങനെ? ധനമെല്ലാം ധൂർത്തടിച്ചു കഴിഞ്ഞപ്പോൾ കോവലന് എന്തെന്നില്ലാത്ത ഒരു അപകർഷതാബോധം. താൻ മാധവിയുടെ മുമ്പിൽ ചെറുതായി തീർന്നതുപോലെ, അവളുടെ ഓരോ ചലനവും വാക്കും തന്നെ പരിഹസിക്കുന്നത് പോലെ. മാധവിയുടെ സ്നേഹം യഥാർത്ഥത്തിൽ കുറഞ്ഞു? ഒരിക്കലുമില്ല. പക്ഷേ കോവലന്റെ ഭാവം കണ്ടിട്ട് അയാൾക്ക് എന്തോ നിരാശയുണ്ടെന്ന് അവൾ ധരിച്ചു. ഒരുപക്ഷേ മറ്റേതെങ്കിലും പെണ്ണിനെ ചൊല്ലിയുള്ള ഉത്കണ്ഠയാണോ എന്ന് പോലും സംശയിച്ചു. ഒടുവിൽ ചോഴനാട്ടിൽ എല്ലാ വർഷവും ആഘോഷപൂർവം കൊണ്ടാടുന്ന ഇന്ദ്രോത്സവം വന്നു. ജനങ്ങൾ ആനന്ദലഹരിയിൽ മതിമറന്നു. കാറ്റില്ലെങ്കിലും പടർന്നു കയറി എല്ലാം നശിപ്പിക്കുന്നതാണല്ലോ സംശയത്തിന്റെ തീയ്. ഇന്ദ്രോത്സവത്തിൽ കടൽക്കരയിലെ ചോലയിൽ വെച്ച് അവർ വീണ വായിച്ച് പരസ്പരം ദ്വയാർത്ഥ സൂചകങ്ങളായ കാനൽവരി പാട്ടുകൾ പാടി അന്യോന്യം പഴിച്ചു. പക്ഷി വേഗത്തിൽ പറക്കും പ്രാണരക്ഷകനുള്ള മണിത്തേര് ധീരമീ മണ്ണിൽ കുറിച്ച് വഴി താരനീ മായ്ച്ചു കടലേ.
ദുഃഖം കുറയ്ക്കാൻ. പരിഹസിക്കുകയാണോ? പാട്ടിന് പാട്ടിന്റെ അർത്ഥമേ ഉള്ളൂ. അതിന് അതിന്റെ പാട്ടിന് വിടൂ. വിടാൻ ഭാവമില്ല. ആ വീണ ഇങ്ങ് തരൂ. മറുപടി പറയാൻ എനിക്കുമുണ്ട് പലതും. കാതൻ കൊടും കൺവലയും പിന്നെ നീ നിൻ നെടും കൺവലയും വീശി യഥാക്രമം കൊൽവൂ മത്സ്യജാലത്തെയും ഇവനെയും. കഷ്ടം. വാക്കുകൾക്കെങ്കിലും ഒരു മയം ഉണ്ടായിരുന്നെങ്കിൽ. അതിന് മനുഷ്യ സ്ത്രീയുടെ കാത് വേണം. വേശ്യയ്ക്കുണ്ടോ വേദാന്തം തെളിയുന്നു? നന്ദികേട് പറയരുത്. ദൈവദോഷം കിട്ടും. ഞാൻ വേശ്യയല്ല, മാധവിയാണ്. ഇത്ര നാളും കിട്ടിയത് പിന്നെ പുണ്യമായിരുന്നുവോ? മതിയായി. എനിക്ക് മതിയായി. ഞാൻ പോകുന്നു. നിൽക്കൂ, ദയവായി നിൽക്കൂ. ഇതൊന്ന് കേൾക്കൂ. പോയോ? ഈശ്വര, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെ വീണയുടെ കമ്പികൾ തകർന്നതോടെ ആ ബന്ധവും തകർന്നു. വിലപ്പെട്ട ബന്ധങ്ങളെന്നും മറ്റും നാം ചിലപ്പോൾ വിശേഷിപ്പിക്കാറില്ലേ? അതൊക്കെ എത്ര അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? കോപം തണുക്കുമ്പോൾ കോവലൻ മടങ്ങി വരുമെന്ന് മാധവി കാത്തിരുന്നു. പക്ഷേ വന്നില്ല. നേരെ കണ്ണകിയുടെ അടുത്തേക്കായിരിക്കും പോയത്. അതെ. കണ്ണകി അവനെ സ്വീകരിച്ചു. അതെ, സസന്തോഷം സ്വീകരിച്ചു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ. ഈ മണ്ണിനേക്കാൾ എത്ര വിശാലമാണ് ഈ മണ്ണിൽ പിറന്ന പെണ്ണിന്റെ മനസ്സ്. ഇതിനേക്കാൾ ഉള്ളു നോവിക്കുന്ന ഒരു പുനഃസമാഗമ രംഗം മറ്റെവിടെയെങ്കിലും ഉണ്ടായി കാണാൻ ഇടയില്ല. ഒരു നിമിഷം നിൽക്കൂ ചാത്തന. ആ രംഗം ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ഈ കണ്ണുകൾ രണ്ടുമടച്ച് ആര്? എന്റെ പ്രാണേശ്വര, അങ്ങ് തന്നെയാണോ? എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താണ് അങ്ങൊന്നും മിണ്ടാത്തത്? പറയൂ, ഈ പാപിയോട് എന്തെങ്കിലുമൊക്കെ പറയൂ. കണ്ണകി, വായി തുറന്നാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, മാപ്പ്. അയ്യോ, എന്റെ നാഥൻ ഈ അടിമയോട് മാപ്പ് പറയുകയാണോ? ഞാൻ ഇന്ന് എന്റെ പോലും നാഥനല്ലാതായി തീർന്നിരിക്കുന്നു കണ്ണകി. വരൂ, അകത്തേക്ക് വരൂ. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ മുറി, വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ മുറി അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ തുറക്കൂ. കണ്ണകി, അങ്ങയുടെ ധനമെല്ലാം തീർന്നപ്പോൾ മാധവി തള്ളി പറഞ്ഞു കാണും, ഇല്ലേ? നിന്നോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. സാരമില്ല, എന്റെ 2 കാൽ ചിലമ്പുകൾ ഇനിയുമുണ്ട്. കൊണ്ടുപോകൂ. എവിടെയായാലും അങ്ങ് സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കൂ. ഭർത്താവിന്റെ സുഖമാണല്ലോ ഭാര്യയുടെയും സുഖം. നിന്റെ നിറഞ്ഞ മനസ്സിന് മുൻപിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കണ്ണകി. ഞാൻ ഉരുകിപ്പോകുന്നു. ചെല്ലൂ, മാധവിയോട് എന്റെ സ്നേഹാന്വേഷണങ്ങൾ മറക്കാതെ പറയണം. മാപ്പുകൾക്ക് അതീതമായ കുറ്റമാണ് ഞാൻ ചെയ്തത്. ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കുന്നു. ഈ പാപിയോട് പൊറുക്കൂ കണ്ണകി, പൊറുക്കൂ. അയ്യോ, അങ്ങ് എന്താണ് കാണിക്കുന്നത്? അങ്ങ് എന്റെ ദൈവമാണ്. അങ്ങയ്ക്കൊരിക്കലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല. പൂർവികർ ഉണ്ടാക്കി വെച്ച് മല പോലുള്ള സമ്പത്തെല്ലാം ഒരു പെണ്ണിന് വേണ്ടി ഞാൻ ധൂർത്തടിച്ചു. ഈ അപമാനത്തിന്റെ കനത്ത ചൂടും പേറി ഈ ചോഴനാട്ടിൽ ഞാനിനി ജീവിക്കില്ല. വിധിയുണ്ടെങ്കിൽ സമയം ഇനിയും വൈകിയിട്ടില്ല. അതെ, അതെ കണ്ണകി, എല്ലാം മറന്ന്
നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം. ഈ രാത്രി തന്നെ നമുക്ക് പോകാം. മധുരയിലെത്തി നിന്റെ കാൽച്ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാം. ആ ധനം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വീണ്ടെടുക്കും. ഈശ്വര, എന്നോട് നീ കരുണ കാണിക്കാൻ തുടങ്ങുകയാണോ? അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾ ആരാണ് മക്കളെ? കണ്ടിട്ട് രതിയെയും മന്മഥനെയും പോലെ. എല്ലാം തകർന്നമ്മേ. ജീവിതത്തിന്റെ ഓരോ താളപ്പിഴകൾ, ചെയ്തുകൂടാത്തത് ചെയ്തതിന്റെ ശിക്ഷ, കുബേര പദവി കളഞ്ഞ് സ്വയം ദാരിദ്ര്യത്തിന്റെ ചെളിക്കുണ്ടിലേക്കുള്ള എടുത്തുചാട്ടം. ശരിയാണ് മക്കളെ, ജീവിതത്തിൽ പലതും സംഭവിക്കാം. എന്നാലും വിവേചന ബുദ്ധി തന്നെയാണ് വഴികാട്ടേണ്ടത്. ഞങ്ങൾ മധുരയ്ക്ക് പോവുകയാണമ്മേ, ഒരു പുതിയ ജീവിതം തേടി. വിലപ്പെട്ട 2 കാൽച്ചിലമ്പുകൾ കണ്ണകിക്ക് അവശേഷിക്കുന്നുണ്ട്. അവ മാത്രം. മധുരയിൽ ചെന്നാൽ അതിലൊന്ന് വിറ്റ് കച്ചവടം തുടങ്ങാം. പക്ഷേ വിലപ്പെട്ട ആഭരണങ്ങളുമായി, പൂപോലുള്ള ഈ പെൺകൊടിയുമായി കൊടിയ രാത്രിക്ക് ദുർഗമമായ വനമാർഗങ്ങൾ താണ്ടി നിങ്ങൾ തനിച്ചു പോവുകയെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് നിങ്ങളെ അങ്ങനെ പറഞ്ഞയക്കാൻ തോന്നുന്നില്ല. ജീവിതത്തിന്റെ പന്ഥാവിനേക്കാൾ കഠിനമാണോ അമ്മേ മധുരയ്ക്കുള്ള മാർഗം? ഇപ്പോൾ ഞാൻ അങ്ങനെയേ പറയൂ. അമ്മ തന്നെ ഞങ്ങൾക്ക് രക്ഷ. കുറെ കാലമായി ഞാനും മോഹിക്കുന്നു മധുരയിലേക്ക് പോയി മഹാഗുരുവിന്റെ അനുഗ്രഹം വാങ്ങണമെന്ന്. ആ അവസരം ഇതുതന്നെയാവട്ടെ. ഞാനും പുറപ്പെടാം. നിങ്ങളെ ഈ അവസ്ഥയിൽ തനിച്ചു പറഞ്ഞയക്കുന്നത് മഹാപാപമാണ്. തോളിൽ ഉറിയണിഞ്ഞ് കയ്യിൽ ഭിക്ഷാപാത്രവും മയിൽപ്പീലി കെട്ടുമേന്തി നിൽക്കുന്ന ഈ അമ്മ സാക്ഷാൽ പ്രപഞ്ചേശ്വരി തന്നെയാണ്. എന്നാൽ പുറപ്പെടാം മക്കളെ, നടക്കൂ. അങ്ങനെ കാടും നാടും ദിനരാത്രങ്ങളും എല്ലാം താണ്ടി അവർ തളർന്നും വലഞ്ഞും മധുരയിലെത്തി. എന്നിട്ട് കൗന്തിയടികൾ അവരെ മാതിരി എന്ന ഇടയ സ്ത്രീയുടെ വീട്ടിൽ ഭദ്രമായി താമസിപ്പിച്ചു. എന്നിട്ട് അവർ ജൈന മഹാചാര്യന്റെ അനുഗ്രഹം വാങ്ങാൻ പോയി. വിധിയുടെ വിളയാട്ടം അത്ഭുതകരമായി തോന്നുന്നു. വല്ലാത്തൊരു കൂടുമാറ്റം. കണ്ണനും രാധയും ഇടയകുലത്തിൽ വീണ്ടും വന്നു ചേർന്നതാണോ എന്ന് മാതരിയും കൂട്ടരും സംശയിച്ചു പോയി. അവരെ സന്തോഷിപ്പിക്കാൻ ഇടയ കന്യകമാർ കൂത്താടുക പോലും ചെയ്തു. സാധുക്കൾ. എത്ര മനോഹരമായ കുമ്മി. ഇടയപ്പെണ്ണായി ജനിക്കാനും ഭാഗ്യം വേണം. എനിക്കാകെ ശ്വാസം മുട്ടി തുടങ്ങി. ഇവരുടെ സ്നേഹ സൽക്കാരങ്ങളുണ്ടല്ലേ? അതെ, താങ്ങാൻ കഴിയുന്നതിലും അധികം സ്നേഹം.
വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു, കാര്യമൊന്നും നടന്നില്ല. എന്തായാലും നിന്റെ ഒരു ചിലമ്പിങ്ങി തരൂ. ഇന്ന് തന്നെ ഞാൻ രാജവീഥിയിൽ ഏതെങ്കിലും തട്ടാനെ കാണിച്ച് അത് വിറ്റിട്ട് വരാം. ഇതാ ചിലമ്പ്. ഞാൻ വേഗം മടങ്ങി വരാം. അപരിചിതമായ സ്ഥലമാണ്, സൂക്ഷിക്കണം. ധർമ്മിഷ്ഠനായ പാണ്ഡ്യ മഹാരാജാവ് വാണരുളുന്ന മധുരയിൽ എന്താണ് പേടിക്കാനുള്ളത്? ഞാൻ പോയി വരാം. ഞാൻ നോക്കിയിരിക്കും. ഈശ്വര, ഒരു പുതിയ ജീവിതം തരണേ. ആളുകൾ എന്തൊക്കെയോ സ്വകാര്യം പറയുന്നല്ലോ. കാണുന്നവരെല്ലാം ഒരേ മട്ട്. സുഹൃത്തെ, ഒന്ന് ഇങ്ങോട്ട് വരും. എന്താണ് കാര്യം? പാണ്ഡ്യ മഹാരാജാവിന്റെ പട്ടമഹിഷി പെരുന്തേവിയുടെ ഒരു ചിലമ്പ് കുറെ നാൾ മുൻപ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയി. കള്ളനെ തിരക്ക് രാജഭടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഓ, അതാണോ കാര്യം? എന്നാലും ആ കള്ളൻ എങ്ങനെ ധൈര്യം വന്നു കൊട്ടാരത്തിൽ മോഷണം നടത്താൻ? അതും മഹാറാണിയുടെ ചിലമ്പ് തന്നെ മോഷ്ടിക്കാൻ? എന്തോ ആർക്കറിയാം സത്യം. എന്തായാലും മഹാറാണി വളരെ ദുഃഖിതയാണ്. അതുമൂലം മഹാരാജാവും പരിഭ്രാന്തനായിരിക്കും. മധുരയിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇതാണിപ്പോ. ഞാൻ കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് വന്നതാണ്. എനിക്കിവിടെ പരിചയം പോരാ. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയൂ. നല്ലൊരു തട്ടാൻ എനിക്ക് പരിചയമാക്കി തരാമോ? എനിക്ക് കുറെ ആഭരണങ്ങൾ വിൽക്കണമായിരുന്നു. അതിനെന്താ പ്രയാസം? ആ, വരൂ. രാജകൊട്ടാരത്തിന്റെ തന്നെ തട്ടാനാണ്. അയാളെ പരിചയപ്പെടുത്താം. ലേശം നടന്നാ മതി. ശരി, നടക്കാം. നോക്കൂ, ആ വരുന്ന തലപ്പാവുകാരനില്ലേ? ആ, അയാൾ തന്നെ. നിങ്ങൾ പോയി നേരിട്ട് സംസാരിക്കൂ. വലിയ ഉപകാരം. ശരി, ഞാൻ പോട്ടെ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ കാര്യം. ഞാൻ ഏറ്റു. എന്തൊക്കെയാണ് വിൽക്കാനുള്ളത്? അധികമൊന്നുമില്ല. ഉള്ളതെല്ലാം തീർന്നു. ഇപ്പോൾ വിൽക്കാൻ ഒരു ചിലമ്പേ ഉള്ളൂ. ഒരു ചിലമ്പോ? അതും ഒരു ചിലമ്പ് മാത്രമോ? കാണട്ടെ കാണട്ടെ കാണട്ടെ. ഇതാ. എന്ത്? ആഹാ, ജോർജ് ജോർജ് ജോർജ്, ഭാഗ്യം. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ചിലമ്പ് നന്നേ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായി ഇഷ്ടമായി. ഇങ്ങനത്തെ ഒരു ചിലമ്പ് ഞാൻ കുറെ നാളായി നോക്കിയിരിക്കുകയായിരുന്നു. രക്ഷപ്പെട്ടു. ഇതിനെന്ത് വില തരും? വിലയോ? എന്ത് വിലയും തരും. അങ്ങ് അറ്റത്തെ വില തരും. പക്ഷേ ഇത്രയും വിലപ്പെട്ട ഒരു ചിലമ്പ് അത് വാങ്ങാൻ സാധാരണക്കാരന് കഴിയുമോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോ പിന്നെ എന്ത് ചെയ്യുമെന്നല്ലേ? ഒരു ബുദ്ധി തോന്നുന്നു. പറയൂ. പാണ്ഡ്യ മഹാരാജാവ് ഇത് കണ്ടാൽ എന്ത് വില തന്നും വാങ്ങിക്കാതിരിക്കില്ല. എന്നാൽ നമുക്ക് അങ്ങോട്ട് അത് വേണ്ട, അത് വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണല്ലോ അല്ലേ? രാജകൊട്ടാരത്തിലെ സ്വർണ്ണപ്പണിക്കാരനെ അവിശ്വസിക്കേണ്ട കാര്യമെന്ത്? അതെ, അതാണ് എന്റെയും ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ. ദാ കാണുന്നില്ലേ ആ മരം? അതിന്റെ അപ്പുറത്ത് ആ വഴിയമ്പലം ഇല്ലേ? അതിന്റെ അവിടെ ആളൊഴിഞ്ഞ സ്ഥലം. അവിടെ നിങ്ങൾ ഇരിക്കുക. കേട്ടോ, ഒരല്പസമയം അവിടെ ഇരിക്കും. ഞാന് വേഗം പോയി സമ്മതം മേടിച്ചിങ്ങി വരാം. കേട്ടോ, നിങ്ങൾ തന്നെ നേരിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടാൽ ചിലമ്പിന്റെ വില അദ്ദേഹം വല്ലാതെ കുറച്ചു കളഞ്ഞാലോ? പോരെങ്കിൽ നിങ്ങൾ അത്യാവശ്യക്കാരനും. ശരിയാണ്. അതാ, ഞാൻ അവിടെ ഇരിക്കാം. നിങ്ങൾ പോയി എല്ലാം തീരുമാനിച്ചു വരൂ. ഇനി എല്ലാം ഭംഗിയായി നടക്കും. ഞാൻ നടത്തും. പോരെ? ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. കേട്ടോ? ദൈവമേ, അങ്ങനെ നീ എന്നെയും രക്ഷിച്ചു. മഹാറാണിയുടെ ഒരു ചിലമ്പ് മോട്ടിച്ചത്
അന്തഃപുരത്തിനുള്ളിൽ പോലും രാപകൽ സ്വാതന്ത്ര്യമുള്ള ഞാനാണെന്ന സത്യം ഇന്നല്ലെങ്കിൽ നാളെ മഹാരാജാവ് അറിയാതിരിക്കില്ല. അറിഞ്ഞാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുമോ? രക്ഷപ്പെട്ടു. അതേപോലത്തെ ചിലമ്പ്. ഈ ചിലമ്പുമായി വന്നവൻ ശിക്ഷ അനുഭവിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് ചെയ്യും? അല്ല, അതിനിടയ്ക്ക് കൊട്ടാരം എത്തിയല്ലോ. എന്റെ പെരുന്തേവി, നീ ഇത്ര മണ്ടിയായാലോ? എത്ര നാളായി നിന്റെ ഈ പരിഭവം തുടങ്ങിയിട്ട്? ഞാനൊന്നും പറയുന്നില്ല. വീരശൂര പരാക്രമിയായി പേരുകേട്ട എന്റെ മഹാരാജാവിന് അന്തഃപുരത്തിൽ നിന്നും മോഷണം പോയ ചിലമ്പ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരല്പം കൂടി ക്ഷമിക്കൂ ദേവി. ഇന്നല്ലെങ്കിൽ നാളെ ആ ചിലമ്പ് ഇവിടെ എത്തും. ഇത് പാണ്ഡ്യരാജാവായ നമ്മുടെ വാക്കാണ്. നമ്മുടെ വാക്ക് ഒരിക്കലും പിഴക്കില്ല. എങ്ങനെ പിഴയ്ക്കും തിരുമേനി? ഇന്നോ നാളെയോ അല്ല, ഇതാ ഇപ്പോൾ തന്നെ ആ ചിലമ്പ് ഇവിടെ എത്തിയിരിക്കുന്നു. അതെ തിരുമേനി. മോഷ്ടിച്ച ചിലമ്പ് വിൽക്കാൻ കള്ളൻ ശ്രമം നടത്തുന്നതിനിടയിൽ ഞാൻ കണ്ടു. എവിടെയാ കള്ളൻ? അവിടെ ആ വഴിയമ്പലത്തിൽ ഞാൻ ഭദ്രമായി ഇരുത്തിയിട്ടുണ്ട്. ധിക്കാരം! ആരെവിടെ? ഉത്തരം. അവൻ കള്ളനാണെങ്കിൽ കള്ളന്റെ കഴുത്ത് വെട്ടുവിൻ. ഉടനെ ചിലമ്പ് കൊണ്ടുവരുവിൻ. എനിക്ക് എന്റെ ചിലമ്പ് തിരിച്ചു കിട്ടി. നമുക്ക് നമ്മുടെ സൗര്യനിദ്രയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇവൻ തന്നെ. വേഗം കഴുത്ത് മുറിക്കുവിൻ. ഒരക്ഷരം പോലും അവനെ കൊണ്ട് പറയിക്കരുത്. പറയിച്ചാൽ സംഗതി കുഴയും. ഉടനെ രാജകൽപ്പന നടത്തും. അയ്യോ അയ്യോ, എന്നെ കൊല്ലരുത്, കൊല്ലരുത്. ഞാൻ കള്ളനല്ല. രാജകൽപ്പന താമസിക്കുന്നത് രാജ്യദ്രോഹമാണ്. അയ്യോ, കൊല്ലണം അവനെ. അയ്യോ, ഉടൻ കൊല്ലണം. പാവം കണ്ണകി, അവൾ അനാഥയായി കാണുമല്ലേ? പക്ഷേ ഉണ്ടായത് അതല്ല. പറയൂ. നിരപരാധിയും ശുദ്ധനുമായ തന്റെ കണവനെ ചിലമ്പ് മോഷ്ടിച്ച കള്ളൻ എന്ന് ധരിച്ച് നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്നു. എന്ത്? എന്റെ ഭർത്താവ് കള്ളനെന്നോ? മഹാപ്രഭു, നമ്മുടെ കൊട്ടാരവാതിൽക്കൽ ഒരു സ്ത്രീ ആകെ കത്തിയെരിഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് തീജ്വാലകൾ പറപ്പിച്ചുകൊണ്ട് കയ്യിൽ ഒരൊറ്റ ചിലമ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭ്രാന്തിയെപ്പോലെ വന്നു നിൽക്കുന്നു. അങ്ങനെയും ഒരു പരാതിക്കാരിയോ? വരാൻ പറയൂ. ഭദ്രേ, നിലയ്ക്കാത്ത നിന്റെ ദുഃഖത്തിന്റെ ഹേതുവായിരിക്കുന്ന പരാതി എന്താണെന്ന് നമ്മെ ഉണർത്തിക്കൂ. നീതിനിഷ്ഠയ്ക്ക് പേരെടുത്ത പൂർവികന്മാർ വാണിരുന്ന പാണ്ഡ്യരാജ്യമാണിത്. നീതിനിഷ്ഠയ്ക്ക് പേരെടുത്ത പൂർവികന്മാർ പോലും? അത് പൂർവികരുടെ കാര്യം. എനിക്കറിയേണ്ടത് ഇന്ന് പാണ്ഡ്യരാജ്യം വാഴാൻ വേഷം കെട്ടിയ നിങ്ങളുടെ നീതിബോധത്തെ കുറിച്ചാണ്. ഭദ്രേ, സമനില പാലിക്കൂ. ധർമ്മം തെറ്റാത്ത ചെങ്കോലാണ് നമ്മുടേത്. നിരപരാധിയായ എന്റെ കണവനെ കള്ളനെന്ന് പഴിചാരി കൊല ചെയ്തതാണോ ധർമ്മം? നിന്റെ വികാരം നാം മനസ്സിലാക്കുന്നു. പക്ഷേ കള്ളനെ ശിരച്ഛേദം ചെയ്യുക എന്നത് രാജധർമ്മമാണ്. കള്ളനോ? ഏത് കള്ളൻ? നിന്റെ കണവൻ. മഹാപാപിയായ രാജാവേ, എന്റെ ഭർത്താവ് കള്ളനോ? അത് പറഞ്ഞ നിന്റെ നാവിന് ഇനി ഒരക്ഷരം പറയാൻ കഴിയില്ല. അധർമ്മിയായ രാജവിദൂഷക, നീ പറയുന്നത് എന്താണെന്ന് നീയെങ്കിലും അറിയുന്നുണ്ടോ? രാജകൊട്ടാരത്തിൽ നിന്ന് മഹാറാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചത്
നിന്റെ ഭർത്താവല്ലെങ്കിൽ മറ്റാരാണോ? നീ തന്നെ. നാമോ? അതെ. എല്ലാം തകർന്ന് പുതിയൊരു ജീവിതം അന്വേഷിച്ച് ധർമ്മപുരിയായ മധുരയിൽ സ്വപ്നങ്ങളുമായി കാൽകുത്തിയ പരമ പവിത്രനായ എന്റെ ഭർത്താവ് കള്ളനാണെങ്കിൽ ആ മധുരയ്ക്ക് അധിപനായ നീ പെരുങ്കള്ളനാണ്, ദുഷ്ടൻ. ദുഃഖം കൊണ്ട് നീ ഭ്രാന്ത് പറയുകയാണ്. ഇല്ല, രാജകീയ സമൃദ്ധി വിടുവേല ചെയ്യുന്ന ഒരു തറവാട്ടിൽ പിറന്നവളാണ് ഞാൻ. പതിവ്രതമാരുടെ പരിശുദ്ധിക്ക് പേരുകെട്ട ചോരനാട്ടിന്റെ മകളാണ് ഞാൻ. മകളെ, അതൊന്നും നാം നിഷേധിക്കുന്നില്ല. പിറന്ന നാട്ടിൽ ജീവിതം പൊലിഞ്ഞപ്പോൾ പുതിയൊരു ജീവിതം തേടി നിന്നെ ധർമ്മിഷ്ഠനെന്ന് തെറ്റിദ്ധരിച്ച് ഞാനും എന്റെ ഭർത്താവും ഈ അധർമ്മ രാജ്യത്തിൽ അറിയാതെ വന്നു പോയതാണ്. ദുഷ്ടനായ രാജാവേ, നൃപനീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടല്ലോ, നെഞ്ചിൽ കൈവച്ച് പറയാമോ നിനക്ക് എന്റെ ഭർത്താവാണ് നിന്റെ പട്ടമഹിഷിയുടെ ചിലമ്പ് മോഷ്ടിച്ച കള്ളനെന്ന്? പറയൂ. അപ്പോൾ ആ ചിലമ്പേതായിരുന്നു? അതിന്റെ ഒറ്റയാണ് ഞാൻ ഈ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. റാണിയുടെ ചിലമ്പിനകത്ത് നിറയെ മുത്തുകളാണ് നിറച്ചിട്ടുള്ളത്. എന്നാൽ ഞങ്ങളുടെ ചിലമ്പിനുള്ളിൽ നോക്കൂ, മാണിക്യപ്പരലുകളാണ് നിറച്ചിട്ടുള്ളത്. ഈശ്വര, നമുക്ക് തെറ്റിയോ? ഇതാ എന്റെ ചിലമ്പ്. നിന്റെ അവിവേകത്തിനു മുൻപിൽ ഇത് ഞാൻ എറിഞ്ഞുടയ്ക്കുന്നു. ഈശ്വര, ഇത് മുഴുവൻ മാണിക്യപ്പരലുകളാണല്ലോ. ധർമ്മം പിഴച്ചോ? നമുക്ക് നിർമ്മനീതി തെറ്റിയോ? നമ്മുടെ ചെങ്കോൽ വളർന്നോ? ഇനി എന്ത് ജീവിതം ഇയാൾ? ഈശ്വര, നോക്കൂ കണ്ണില്ലാത്ത രാജാവേ, അധമനായ നീ നിന്റെ പാൽക്കണ്ണുകൾ തുറന്നു നോക്കൂ. കണ്ടോ? എല്ലാം മാണിക്യപ്പരലുകൾ. കണ്ടോ? നിന്റെ റാണിക്ക് മാത്രമേ വിലപ്പെട്ട ചിലമ്പണിയാൻ അർഹതയുള്ളൂ എന്ന് ധരിച്ച അല്പത്വം ലോകമറിയട്ടെ. നീതി അറിയാത്ത നിന്റെ രാജ്യം ഞാൻ നശിപ്പിക്കും. നിരപരാധിയായ എന്റെ ഭർത്താവിനെ വധിച്ച് നീ എന്നെ വിധവയാക്കിയില്ലേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പറയൂ, എന്റെ ദൈവതുല്യനായ കണവൻ എന്ത് തെറ്റാണ് ചെയ്തത്? പറയൂ. ഞാൻ പതിവ്രതയാണെങ്കിൽ നീയും നിന്റെ റാണിയും കൊട്ടാരവും നാടും നഗരവും എല്ലാം മുടിഞ്ഞു പോകട്ടെ. ഭർത്താവ് നഷ്ടപ്പെട്ട ഞാൻ എന്റെ മുല പറിച്ച് ഇതാ എറിയുന്നു. എല്ലാം നശിക്കട്ടെ, എല്ലാം എല്ലാം നശിക്കട്ടെ. ഞാൻ പതിവ്രതയാണെങ്കിൽ അഗ്നിദേവൻ ഇപ്പോൾ തന്നെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടട്ടെ. ഭദ്രേ, ആജ്ഞാപിക്കൂ. നാം ഇതാ നിന്റെ ആജ്ഞ ശിരസാവഹിക്കാൻ കാത്തു നിൽക്കുന്നു. നശിക്കട്ടെ, എല്ലാം വെന്ത് നശിക്കട്ടെ. എല്ലാ അനീതിയുടെ ഉച്ചിഷ്ടവും വെന്തെരിഞ്ഞ് ചാമ്പലാകട്ടെ. പാണ്ഡ്യരാജാവിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. അറിയാതെയെങ്കിലും ചെയ്തുപോയ കുറ്റത്തിൽ പശ്ചാത്തപിച്ച് സ്വന്തം പ്രാണൻ ബലി കൊടുത്ത് അദ്ദേഹം ധർമ്മം സ്ഥാപിച്ചു. വളഞ്ഞുപോയ നൃപനീതിയുടെ ചെങ്കോലിന് പ്രാണനൂട്ടി അദ്ദേഹം നിവർത്തു.
മറ്റാർക്കും കാണിക്കാൻ കഴിയാത്ത മാതൃക, ഉദാരമായ പ്രായച്ചിത്തം, എത്ര മഹത്തായ രാജധർമ്മമാണ് ആ രാജർഷി അനുഷ്ഠിച്ചു കളഞ്ഞത്. വൈധവ്യത്തെക്കാൾ കൊടിയ നരകമില്ലെന്നുറച്ച് അദ്ദേഹത്തിന്റെ പട്ടമഹിഷി പെരുന്തേവി പ്രാണേശ്വരന്റെ മാർഗം സ്വീകരിച്ചു. പാതിവൃത്യത്തിന്റെ മഹിമയ്ക്ക് അവരും ഒരു ഉദാഹരണം തന്നെ. ഇനിയും പറയൂ കണ്ണകയുടെ ആ സതീരത്നത്തിന്റെ കഥ. തന്റെ കണവനെ ജീവനോടെ നേരിട്ട് കാണുന്നതുവരെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവൾ ശപഥം ചെയ്തു. 14 ദിവസം അഹോരാത്രം ആ ഒറ്റമുലച്ചി അലഞ്ഞു നടന്നു. എന്ത്? ഒടുവിൽ പുണ്യഭൂമിയായ ഈ ചേരരാജ്യത്തിൽ വെച്ചാണല്ലോ അവൾക്ക് ഭർത്തൃസമാഗമം ഉണ്ടായത്. തീർച്ചയായും പുണ്യം ചെയ്ത രാജവംശമാണ് നമ്മുടേത്. മഹാഭാഗ്യം ചെയ്തു കളഞ്ഞത് മലങ്കുറവന്മാരാണ്. അതെ, ഈ അപൂർവ ദൃശ്യം നേരിൽ കണ്ടത് അവരാണല്ലോ. അങ്ങയുടെ ജ്യേഷ്ഠനായ ചേരൻ ചെങ്കുത്തുവ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇതാ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് പോലെ തോന്നുന്നു. ചേരൻ ചെങ്കുത്തുവ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വിജയിക്കട്ടെ, വിജയിക്കട്ടെ, നമ്മുടെ തിരുമേനി വിജയിക്കട്ടെ. മഹാരാജാവ് തിരുമനസ്സിന് മംഗളം ഭവിക്കട്ടെ. വീരകേസരിയായി വിരാജിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠന് പ്രണാമം. വിവരങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. എല്ലാം നാം അറിഞ്ഞു. മലങ്കുറവന്മാരെല്ലാം വിസ്തരിച്ച് തന്നെ ബോധിപ്പിച്ചു. നമ്മുടെ നാടിന്റെ പുണ്യം, ആ പതിദേവതയെ നമ്മുടെ മാതൃസ്ഥാനം നൽകി ഈ കുന്നല നാട്ടിൽ പ്രതിഷ്ഠിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. അർഹമായ തീരുമാനം. ദിഗ്വിജയം നടത്തുന്നതിനിടയിൽ ഹിമാലയത്തിൽ ചെന്ന് ബിംബനിർമ്മാണത്തിനുള്ള ശുഭ്രശില കൊണ്ടുവരാൻ നാം ഇതാ പുറപ്പെടുകയായി. ജ്യേഷ്ഠന പതിദേവതയുടെ അനുഗ്രഹം വഴിനീളെ ഉണ്ടായിരിക്കട്ടെ. ഗംഗയിൽ നീരാടിച്ച് നമ്മുടെ ശത്രുരാജാക്കന്മാരായ കനകവിജയന്മാരുടെ ശിരസിൽ ചുവപ്പിച്ച് വിജിഗീഷുമായി നാം വൈകാതെ മടങ്ങിയെത്തുന്നതായിരിക്കും. എത്രയും വേഗം കുന്തലനാട്ടിൽ ആ മാതൃസ്വരൂപിണിയെ പ്രതിഷ്ഠിക്കുക തന്നെ വേണം. ഇളംകോയോട് വിവരമറിയിക്കാനാണ് നാം വന്നത്. സൈന്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ പുറപ്പെടട്ടെ. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വിജയപൂർവം മടങ്ങുമാറാകാം. വഞ്ചിമാലയണിഞ്ഞ വീരകേസരി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടുവൻ നീടാൾ വാഴട്ടെ, നീടാൾ വാഴട്ടെ, നീടാൾ വാഴട്ടെ. എന്താണ് ചാത്തനാർ ഒന്നും മിണ്ടാതെ ആലോചനാമഗ്നായി ഇരുന്നു കളഞ്ഞത്? ഭൗതികമായ ഈ സാമ്രാജ്യത്തിൽ മാത്രം ആ പതിദേവതയെ പ്രതിഷ്ഠിച്ചാൽ മതിയോ? ഞാൻ അത് ചിന്തിക്കുകയായിരുന്നു. പോരെ തന്നെ. അനശ്വരമായ സാഹിത്യ സാമ്രാജ്യത്തിലും വേണ്ടേ ആ ദേവിക്ക് സമുചിതമായ ഒരു പ്രതിഷ്ഠ? തീർച്ചയായും വേണ്ടതാണ്. വശ്യവചസായ ചാത്തനാർക്ക് ഒരു മഹാകാവ്യം തീർത്തുകൂടെ? ശിവശിവ, ഞാനോ? മഹാപണ്ഡിതനും ഋഷിപുങ്കവനുമായ അങ്ങുള്ളപ്പോഴോ? അങ്ങ് തന്നെയാണ് ആ മഹൽ കൃത്യം നിർവഹിക്കാൻ സർവഥാ അർഹൻ. ചോഴനാട്ടിൽ പിറന്ന് മധുരയിൽ ദുരന്തം സംഭവിച്ച് ചേരനാട്ടിൽ കുടികൊള്ളാൻ വന്ന ആ ദേവിയുടെ ഐതിഹാസിക കഥ ഒരു വെറും കഥയല്ല. ചേരചോഴ പാണ്ഡ്യരാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും എല്ലാം ജീവൽ കഥയാണ്. രാജർഷിയായ അങ്ങേക്ക് മാത്രമേ അതെഴുതാൻ അധികാരമുള്ളൂ. ശരി, എന്നാൽ അങ്ങനെയാവാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു ചിലമ്പാണെന്ന് നാം കരുതുന്നു. ആ ചിലമ്പിലൂടെ സനാതനമായ 3 ലോകതത്വങ്ങൾ മുഴങ്ങിക്കേൾക്കുകയും ചെയ്യുന്നു. ശരിയാണ്. നൃപനീതി തെറ്റിക്കുന്ന രാജാവിന് ധർമ്മദേവത തന്നെ അന്തകനായിത്തീരും. ഇതാണ് ഒന്നാമത്തെ തത്വം. പാതിവൃത്യ മഹിമ കൊണ്ട് പുകഴാർന്ന ഒരുവളെ
മർത്യലോകം മാത്രമല്ല ദേവലോകവും വണങ്ങി വാഴ്ത്തും. ജന്മാന്തരകൃതമായ പാപഫലങ്ങളുടെ ദുരിതഫലം അനന്തര ജന്മത്തിലായാലും അനുഭവിക്കാതെ വയ്യ. അതെ, ഈ 3 ലോകതത്വങ്ങളും ശില്പവേലകളോടുകൂടിയ ഒരു ചിലമ്പ് ഹേതുവായിട്ട് സ്പഷ്ടമായിരിക്കയാൽ ചിലപ്പതികാരം എന്ന പേരിൽ തന്നെ നാം ഉടനെ ഒരു മഹാകാവ്യം നിർമ്മിച്ച് ഈ ലോകതത്വങ്ങളെ അനന്തര തലമുറകളുടെ അറിവിലേക്കായി നിലനിർത്തുന്നുണ്ട്. അങ്ങയെ ലോകം മറക്കില്ല. ഇയലും ഇശയും നാടകവും ഇടകലർന്ന ഈ മുത്തമിഴ്കാവ്യം നാം ഉണ്ടാക്കുമ്പോൾ ചാത്തനാർ വെറുതെയിരിക്കുന്നത് ശരിയാവില്ല. കോവലന് മാധവിയിൽ പിറന്ന മണിമേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. അവളുടെ കഥയും ഒരു കാവ്യത്തിനുണ്ട്. അങ്ങയുടെ ചിലപ്പതികാരത്തിന് ഒരു അനുബന്ധമെന്ന പോലെ മണിമേഖല എന്ന ഒരു മഹാകാവ്യം ഈയുള്ളവൻ ഉണ്ടാക്കാം. അതെ, നമ്മുടെ സുദൃഢമായ സാഹോദര്യ സൗഹൃദ ബന്ധം നമ്മുടെ കാലശേഷം ലോകമുള്ളിടത്തോളം സാഹിത്യ സാമ്രാജ്യത്തിലും തോളോട് തോളുരുമ്മി തന്നെ നിൽക്കട്ടെ. എല്ലാം ആ പതിദേവതയുടെ അനുഗ്രഹം. കണവനുപജാപത്തിലാപത്തിലാരോ തെറ്റിച്ചൊന്ന് പഴിക്കു പാണ്ഡ്യഭട ഖഡ്ഗത്താൽ ശിരച്ഛേദിതൻ ഒറ്റ കൈയിലുയർത്തി നീ മറുപടി പൊന്നിൻ ചിലമ്പ് അഗ്നിയായി കത്തുന്നു മധുരാപുരത്തിൽ ഇതിഹാസം പൊൽച്ചിലമ്പാക്കുവാൻ. ചിലപ്പതികാരം നാടകം സമാപിച്ചു. പങ്കെടുത്തവർ എസ് വേണു, മടവൂർ ഭാസി, എസ് അയ്യപ്പൻ നായർ, രവി വള്ളത്തൂർ, എം സോമശേഖരൻ നായർ, അലക്സ് വള്ളക്കാലിൽ, പി തങ്കച്ചൻ, ചിറയൻകീഴ് രാജൻ, കെ എസ് റാണ പ്രതാപൻ, കാട്ടാക്കട പ്രേംകുമാർ, രമേശൻ നായർ, കെ പൊന്നപ്പൻപിള്ള, ടി പി രാധാമണി, ലീല പണിക്കർ, മേരിക്കുട്ടി, ഡോളി, കെ വി ഗിരിജ. ഗാനങ്ങൾ രവീന്ദ്രനാഥ മേനോൻ, മാർക്കോസ്, ജി ഗാഥ. എഫക്സ് കെ എസ് ഗോപാലകൃഷ്ണൻ, ആർ വെങ്കട്ടരാമൻ, ബി ശശികുമാർ, മണി, ചിദംബര അയ്യർ, മൈക്കൽ, ഗോമതി ചിദംബരം, ആർ സുബ്ബലക്ഷ്മി, ആകാശവാണി ഗായക സംഘം. സാങ്കേതിക സഹായം ജി രമേശ് ചന്ദ്രൻ. രചന രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. സംവിധാനം എ പ്രഭാകരൻ.